മലയാള സിനിമയുടെ ചരിത്രം തുടങ്ങുന്നത് ആദ്യത്തെ ശബ്ദചിത്രം ബാലനും വിഗതകുമാരനും നീലക്കുയിലും എല്ലാം പിന്നിട്ട് വന്ന വഴികളിലൂടെയാണ്. മലയാള സിനിമയുടെ പുതിയ നാഴികക്കല്ലിന് ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ വരവും അതിൻ്റെ സംഭാവനകളും സമഗ്രമാണ്. 1980 കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോഴാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കുന്നത്. ഏകദേശം 40 വർഷങ്ങൾ പിന്നിടുമ്പോൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോ കേരളത്തിൽ മികച്ച ഇൻഡോർ ഔട്ട്ഡോർ സ്റ്റുഡിയോ ആയി മാറിയിരിക്കുകയാണ്. പല സിനിമകളും ഏഷ്യാനെറ്റിലെ വാനമ്പാടി, നീലക്കുയിൽ, ഭാര്യ തുടങ്ങിയ സീരിയലുകളും എല്ലാം അരങ്ങു തകർക്കുന്ന ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ ലൊക്കേഷൻ കാഴ്ചകൾ കാണാം. തിരുവനന്തപുരത്തെ തിരുവല്ലത്താണ് കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ചിത്രാഞ്ജലി സ്റ്റുഡിയോ നിലകൊള്ളുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് 9 കിലോമീറ്റർ മാറി നിലകൊള്ളുന്ന സ്റ്റുഡിയോ 180 ഏക്കറിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ 20 ഏക്കറിലായിട്ടാണ് സ്റ്റുഡിയോയുടെ അനുബന്ധ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതും. വിശാലമായ റോഡുകളും ഒപ്പം തന്നെ പൂക്കൾ നിറഞ്ഞ ലാൻഡ്സ്കേപ്പുകളും സ്റ്റുഡിയോയുടെ ആദ്യ ഭാഗങ്ങളിൽ കാണാം. ഇവിടെ നിരവധി ഷൂട്ടിങ്ങുകളും നടക്കാറുണ്ട്. ഏഷ്യാനെറ്റ്, സൂര്യ, ഫ്ലവേഴ്സ് ഉൾപ്പെടെയുള്ള ചാനലുകളിലെ ടെലിസീരിയൽ ലൊക്കേഷനുകളും ഇവിടം തന്നെയാണ്. പല സീരിയലുകളുടെയും ജയിലും പോലീസ് സ്റ്റേഷനും ആശുപത്രിയുമെല്ലാം ചിത്രാഞ്ജലി തന്നെ. വാനമ്പാടിയിലെ ടൈറ്റിൽ സോങ്ങിൽ കാണിക്കുന്ന സ്ഥലവും ഭാര്യ സീരിയലിലെ നന്ദൻ്റെ തട്ടുകടയിലെ റോഡുകളുമെല്ലാം ചിത്രാഞ്ജലിയിലാണ്. ആശുപത്രി സീനുകളോ ICUവോ കാണിക്കേണ്ടി വരുമ്പോൾ സ്റ്റുഡിയോയുടെ ഒരു മുറി അങ്ങനെ സെറ്റിടുകയാണ് പതിവ്. നിറയെ മരങ്ങളുള്ള വഴികൾ ഉള്ളതിനാൽ തന്നെ കാടുകൾ കാണിക്കേണ്ടി വരുമ്പോഴും സിനിമാക്കാർക്കും സീരിയലുകാർക്കും ആശ്രയം ചിത്രാഞ്ജലി തന്നെയാണ്. റോഡുകൾ കാണിക്കേണ്ടി വരുമ്പോഴും ചിത്രാഞ്ജലിയിൽ ഷൂട്ടിംഗ് നടക്കും. സമീപകാലത്ത് മോഹൻലാലിൻ്റെ ഗീതാഞ്ജലി ഉൾപ്പെടെ പല സിനിമകളും ചിത്രാഞ്ജലിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ സ്ഥിരം സാന്നിധ്യമാണ് പരമ്പരാഗത രീതിയിലുള്ള പഴയ പോലീസ് സ്റ്റേഷനും സെൻട്രൽ ജയിൽ കവാടവുമെല്ലാം. വിവിധതരം ക്യാമറകൾ, വാതിൽപ്പുറ ചിത്രീകരണത്തിന് വേണ്ട ജനറേറ്ററുകൾ, ലൈറ്റുകൾ, ഫിലിം സംസ്കരണത്തിന് ലബോറട്ടറികൾ, എഡിറ്റിംഗ് ഉപകരണങ്ങളും, ഡബ്ബിംഗ് സ്റ്റുഡിയോ, DTS മിക്സിംഗ് സൗകര്യങ്ങൾ, വിശാലമായ ഷൂട്ടിംഗ് ഫ്ലോറുകൾ, വിവിധതരം കൃത്രിമ സാഹചര്യങ്ങൾ, പ്രകൃതിദത്തമായ ദൃശ്യങ്ങൾ എന്നിവ ഈ സ്റ്റുഡിയോയുടെ ഭാഗമാണ്. സ്റ്റുഡിയോയിലേക്കുള്ള പ്രവേശനത്തിൻ്റെ മുഖ്യ ആകർഷണം പ്രധാന ഓഫീസിന് സമീപമായി സ്ഥിതി ചെയ്യുന്ന ഗണപതി വിഗ്രഹവുമാണ്. ഇവിടെ ചിത്രീകരിക്കുന്ന എല്ലാ സിനിമ, സീരിയൽ പൂജകളും ഈ ഗണപതി വിഗ്രഹത്തിന് മുന്നിൽ പൂജിച്ചാണ് തുടങ്ങാറ്. ഏക്കറുകൾ നിറഞ്ഞു നിൽക്കുന്ന ലാൻഡ്സ്കേപ്പിന് പുറമെ ചിത്രീകരണങ്ങൾക്കായി ലൊക്കേഷനുകളും ഒരുക്കാറുണ്ട്. 1980കളിൽ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോഴാണ് അതുവരെ കോടമ്പക്കത്തെ ചിത്രീകരണ സ്റ്റുഡിയോകളും ഹൈദരാബാദ് റാമോജി റാവു സ്റ്റുഡിയോയും കണ്ടു ശീലിച്ച മലയാളിക്ക് മുന്നിലേക്ക് കേരള സംസ്ഥാന ചലച്ചിത്ര ബോർഡ് കോർപ്പറേഷൻ ചിത്രാഞ്ജലി സ്റ്റുഡിയോയുമായി എത്തുന്നത്. മലയാളത്തിൽ കുഞ്ചാക്കോയുടെ ഉദയ സ്റ്റുഡിയോയും AVM സ്റ്റുഡിയോയും മേരിലാൻഡ് പ്രൊഡക്ഷൻ ഹൗസുമൊക്കെ അരങ്ങിലേക്ക് എത്തിയിരുന്നെങ്കിലും പൂർണ്ണ സജ്ജീകരണമായി ഒരുക്കിയ സ്റ്റുഡിയോ എന്നത് ചിത്രാഞ്ജലി മാത്രമായിരുന്നു. PRS പിള്ള സ്ഥാപക ചെയർമാനും G വിവേകാനന്ദൻ മാനേജിംഗ് ഡയറക്ടറുമായിട്ടാണ് 1980 ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. 1975 ആരംഭിച്ച ചലച്ചിത്ര വികസന കോർപ്പറേഷന് പിന്നാലെ 1977 ചിത്രാഞ്ജലി ശിലാസ്ഥാപനം നടത്തി 3 വർഷങ്ങൾക്കിപ്പുറം ശരവേഗത്തിൽ സ്റ്റുഡിയോയുടെ പ്രവർത്തനവും ആരംഭിച്ചു.
ഇന്ന് ചിത്രാഞ്ജലിക്കായി 11 സിനിമാ തിയേറ്ററുകളും ടെലിവിഷൻ സാങ്കേതിക പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കലാഭവൻ സ്റ്റുഡിയോയും പ്രവർത്തിക്കുന്നുണ്ടോ? തിരുവല്ലത്തെ പ്രധാന സ്റ്റുഡിയോയിൽ ഷൂട്ടിംഗ് ഫ്ലോറുകൾ, റെക്കോർഡ് സ്റ്റുഡിയോ, ടെക്നിക്കൽ ഓഫീസ്, റെക്കോർഡിംഗ് തിയേറ്റർ, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ബ്ലോക്ക്, കെ കരുണാകരൻ ഫിലിം മ്യൂസിയം എന്നിവ പ്രവർത്തിക്കുന്നു. ഇതിനു പുറമെ ഫിലിം പ്രിസർവേഷൻ യൂണിറ്റിന്റെയും പ്രവർത്തനം ഇവിടം തന്നെയാണ്. കെ കരുണാകരൻ സ്മാരക മ്യൂസിയത്തിലേക്ക് പ്രവേശിച്ചാൽ ആദ്യകാല ചിത്രീകരണത്തിന് ഉപയോഗിച്ചിരുന്ന ക്യാമറകൾ, വ്യൂ ഫൈൻഡറുകളും എഡിറ്റിംഗ് മെഷീനുകളും ഉൾപ്പെടെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് കാണാൻ കഴിയും. ആദ്യകാല ചിത്രീകരണത്തിനായി ഉപയോഗിച്ചിരുന്ന ആര്യൻ ക്യാമറ മുതൽ വ്യൂ ഫൈൻഡറുകളും വരെ ഇവിടെ ലഭ്യമാണ്. എല്ലാ ക്യാമറകളെയും തന്നെ ഇവിടെ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യ കടന്നു വരുന്നതിന് പിന്നാലെയാണ് എഡിറ്റിംഗ് ടാബുകളും കളർ മിക്സിംഗ് സാങ്കേതിക വിദ്യകളുമെല്ലാം മലയാള സിനിമയിൽ നിന്നും പടിയിറങ്ങിയത്. വിൻറ്റേജ് മലയാള സിനിമയുടെ ഓർമ്മപ്പെടുത്തലായി നെഗറ്റീവ് കളർ മിക്സിംഗ് പ്രോസസ്സും എഡിറ്റിംഗ് ഡെസ്കും തുടങ്ങിയ നിരവധി ടൂളുകളും ഇപ്പോഴും ഈ മ്യൂസിയത്തിൽ കാണാം. ഏക്കറിൽ വിപുലമായി കിടക്കുന്ന സ്റ്റുഡിയോയിലേക്ക് റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാൻ സംസ്ഥാന സർക്കാരും പദ്ധതിയിടുന്നുണ്ട്. ഇന്നും ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ പഴയകാല മലയാള സിനിമാ ചിത്രീകരണത്തിന്റെ ശേഷിപ്പുകൾ കാണാം. ആദ്യകാല മലയാള സിനിമ വിഗതകുമാരനും ശബ്ദചിത്രമായ ബാലനും കളർ ചിത്രമായ നീലക്കുയിലിൻ്റെയും എല്ലാം ഓർമ്മകൾ ഈ സ്റ്റുഡിയോയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മലയാള സിനിമ വന്ന വഴി സൂചിപ്പിക്കുവാനായിട്ട് എല്ലാ സിനിമകളുടെയും പോസ്റ്ററുകളും ചിത്രങ്ങളുടെ വന്ന വരവും കാലഘട്ടവുമെല്ലാം അടയാളപ്പെടുത്തിയിരിക്കുന്നു. നിലവിൽ ഔട്ട്ഡോറിനായിട്ട് 4ലധികം ബസ്സുകളും വാഹനങ്ങളും ഒരുക്കിയിട്ടുമുണ്ട്. പല സെറ്റുകളും ഇവിടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കാറുമുണ്ട്.